സാധാ കടന്നലല്ല, കുളവിക്കടന്നലാണ് ഒരു പ്രത്യേക ഇനം കടന്നലാണ്. രാത്രിയെ ചെയ്യാൻ പറ്റുള്ളൂ. കൂടുതൽ കുത്തി കഴിഞ്ഞാൽ ആൾ മരണപ്പെടും. അതിനെ തീയിടുക കത്തിക്കുക ഒന്നും ചെയ്യൂല, കൊന്നു കളയലില്ല. ഞങ്ങളെ വിളിക്കും, അപ്പൊ ഞങ്ങൾ പോയിട്ട് അത് ചെയ്ത് ക്ലിയർ ചെയ്യുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മളെ ഒരു കടന്നല് കൂട് കണ്ടിട്ട് അതിൻ്റെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി വന്നതാണ്. നമ്മുടെ കസിൻ്റെ വീട്ടിലാണ് കടന്നല് കൂടുള്ളത്. അത് നമ്മളെ സാധാ കടന്നലല്ല, കുളവിക്കടന്നലാണ് ഒരു പ്രത്യേക ഇനം കടന്നലാണ്. ഭയങ്കര ഡേഞ്ചറാണ്. അത് ഒരു 3-4 ഒരുമിച്ച് കുത്തിയാൽ മരണം വരെ സംഭവിക്കുന്ന പറഞ്ഞു. അപ്പോൾ ഈ പരിസര പ്രദേശങ്ങളിലുള്ളവർക്കൊക്കെ ബുദ്ധിമുട്ടായിക്കൊണ്ടിരിക്കണം. അപ്പോൾ അതിനെ അത് തുരത്താനുള്ള പരിപാടികൾ നമ്മൾ നോക്കുകയാണ്. അപ്പോൾ അതിന് എക്സ്പേർട്ടായിട്ടുള്ള ആൾക്കാരെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. അവർ വന്നിട്ട് അത് തുരത്തുന്ന പറയുന്നത്. കടന്നലിൻ്റെ കൂട് കാണിച്ചു തരാം. നമ്മുടെ കസിൻ ഫഹദിൻ്റെ വീട്ടിലാണ് കേട്ടോ ഈ കടന്നലുള്ളത്. ഫഹദിൻ്റെ വീടിൻ്റെ മുറ്റത്തിൻ്റെ സൈഡിലായിട്ട് ഒരു പ്ലാവിൻ്റെ തൈ ഉണ്ട്. ആ തൈൻ്റെ മേലെ ഇങ്ങനെ ഒരു കടന്നല് കൂട് കണ്ടല്ലോ. ഏകദേശം നല്ല വലിയ കൂടായിട്ടുണ്ട്. ഇപ്പോൾ ഒരു 3-4 ദിവസം മുന്നേ നോക്കിയപ്പോൾ ചെറിയൊരു കടന്നല് കൂട് അവിടെ ഇങ്ങനെ കണ്ടായിരുന്നു അവനെന്ന് പറയുന്നത്. പിന്നെ ഇന്നലെ നോക്കിയപ്പോൾ ഏകദേശം നല്ലൊരു ഫുട്ബോളിൻ്റെ സൈസായി മാറിയിട്ടുണ്ട്. അതിൽ ഒരുപാട് കടന്നലുകൾ ഇങ്ങനെ തുരുതുര അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൽ ഒരുപാട് എണ്ണം ഉള്ളതുകൊണ്ട് തന്നെ ഇതിലൂടെ ആൾക്കാർ പാസ് ചെയ്യുമ്പോൾ അവരുടെ പിന്നാലെ പറന്ന് വരുന്നുണ്ട്. കുത്തിയിട്ടുള്ള ഇതുവരെ ആർക്കും ആളപായങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ഇനി നമുക്ക് വെച്ചിരിക്കുന്നത് ബുദ്ധിമുട്ടാണ്. ഇതിന് ചുറ്റുവട്ടത്തായി ഒരുപാട് വീടുകളുണ്ട്. ഒരു 5-8 വീടുകളുണ്ട്. അതിലൊക്കെ ഒരുപാട് കുട്ടികൾ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്ന ഒരു ഏരിയ കൂടിയാണ്. അതുപോലെ ബൈക്കിലൊക്കെ ആൾക്കാർ പോകുന്ന റോഡാണ് സൈഡിലുള്ളത്. ഇതിനെക്കുറിച്ച് കൂടുതൽ സെർച്ച് ചെയ്തപ്പോൾ ഇത് അതീവ ഡേഞ്ചറസ് വിഭാഗത്തിൽ പെട്ടതാണെന്നും 3-4 കടന്നലുകളൊക്കെ കുത്തിയാൽ ശ്വാസതടസ്സം വന്ന് മരണം വരെ സംഭവിക്കാൻ ചാൻസ് ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഉടനെ നമ്മൾ വാർഡ് മെമ്പർ മുഖാന്തരം പഞ്ചായത്തിൽ ബന്ധപ്പെട്ടു. അപ്പോൾ അവർക്ക് അതിനെ പിടിക്കാനുള്ള ഒരു പ്രത്യേക ടീമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും നല്ല ടീമിനെ കോൺടാക്ട് ചെയ്തിട്ട് ഇത് പിടിക്കുന്നതാവും നല്ലതെന്ന് അറിയിച്ചു. അതിനുശേഷം ഫയർഫോഴ്സിനെ കോൺടാക്ട് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. ആ സമയത്താണ് മലപ്പുറം ജില്ലാ ട്രോമാ കെയറിന്റെ മെമ്പറായിട്ടുള്ള ഷമീർ വയലത്തൂർ നമ്മൾ കണ്ടുമുട്ടുന്നത്. അപ്പോൾ അദ്ദേഹം മുഖാന്തരം നമുക്ക് ട്രോമാ കെയർ യൂണിറ്റിന്റെ ടീംസിനെ അവന് സെറ്റാക്കി തന്നു. അങ്ങനെ ഏകദേശം ഒരു വൈകുന്നേരം ആയപ്പോൾ ട്രോമാ കെയർ ടീമിന്റെ ടീംസ് നമ്മളെ കോൺടാക്ട് ചെയ്തു. അവർക്ക് സൈറ്റ് ഒന്ന് വന്ന് കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ ഏകദേശം ഒരു ഈവനിങ് ആയപ്പോൾ അവർ വന്നു. ഏകദേശം സൈറ്റൊക്കെ ഇങ്ങനെ കണ്ട് അവർ എക്സ്പ്ലെയിൻ ചെയ്തു അതിനെ പറ്റിയിട്ട്. മലപ്പുറം ജില്ലയിലെ ട്രോമാ കെയർ മെമ്പർമാരായ യൂനുസും ഷറഫുദ്ദീനാണ് ഇതിന്റെ റെസ്ക്യൂ ആയിട്ട് വന്നിട്ടുള്ളത്. ഇത് എന്ത് ഇനം കടന്നലാണെന്ന് എങ്ങനെ മുന്നേ അങ്ങനത്തെ കൂടങ്ങൾ നശിപ്പിച്ചിട്ടുണ്ട്? മലങ്കടന്നൽ എന്ന് പറയുന്നത് കാരണം നമ്മുടെ നാട്ടിൽ കൂടുതലായിട്ട് ഇത് കാണില്ല. പക്ഷെ ഇപ്പോ പല സ്ഥലത്തുമായിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ വിളി വരുമ്പോൾ ഈ കടന്നലിനെ കാണുന്നുണ്ട്. അപ്പൊ ഞങ്ങള് വിളി വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ പോയി ആദ്യം നോക്കും. റെസ്ക്യൂ ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണെങ്കിൽ പോയിട്ട് അതിനനുസരിച്ചിട്ട് ഞങ്ങൾക്ക് രാത്രിയെ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഇത് സ്പ്രെഡ് ആയി കഴിഞ്ഞാൽ ഇത് ഒന്ന് കൂടുതൽ കുത്തി കഴിഞ്ഞാൽ ആൾക്ക് വലിയ അപകടമാണ്. ശ്വാസതടസ്സം വരും, ആള് മരണപ്പെടും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പൊ അത് ഞങ്ങൾ രാത്രി വന്ന് അതിനെ തീയിടുക കത്തിക്കുക ഒന്നും ചെയ്യൂല. അതിനുള്ള ഒരു 2-3 പച്ചമരുന്നുകളുണ്ട്. അതും പുക ഇട്ടിട്ട് അത് മയങ്ങിയതിന്റെ ശേഷം ഞങ്ങൾ ആ കൂട് ബ്ലോക്ക് ചെയ്യും. അപ്പൊ അത് ബ്ലോക്ക് ചെയ്ത് കവർ ചെയ്ത് അതിനെ എടുത്ത് ഒഴിവാക്കലാണ് ചെയ്യല്. അല്ല കൊന്നു കളയലില്ല. അതല്ലാതെ നമ്മള് സാധാരണ ചെയ്യുന്ന പോലെ തീയിട്ടിട്ട് തീയിടില്ല. തീയിടാനും കരിക്കാനും ഒന്നും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യില്ല. അതിനെ നാച്ചുറൽ ആയിട്ട് തന്നെ അതിനെ കൂടുതൽ അതിനൊരു ഇത് വരാത്ത രീതിയിൽ അതിനെടുത്ത് ഒഴിവാക്കി. കൂടുകൾ അങ്ങനെ ചെയ്തിട്ട് ഞങ്ങൾ ഒരുപാട് കൂട് ഇങ്ങനെ ഇത് മാത്രമല്ല വലിയ വേറൊരു തേനീച്ചുള്ള തന്നെ മലങ്കടന്നലുണ്ട്. അതും പിന്നെ വേറെയുള്ള ചെറിയ കടന്നൽ പഞ്ചായത്തിന്റെ കീഴിലൊക്കെ ഞങ്ങളെ ഫയർ സ്റ്റേഷനിൽ നിന്ന് വിളിക്കലുണ്ട്. അവര് ഇതേപോലത്തെ കോളുകളൊക്കെ വന്നു കഴിഞ്ഞാല് ഞങ്ങളെ വിളിക്കും. അപ്പൊ ഞങ്ങൾ പോയിട്ട് അത് ചെയ്ത് ക്ലിയർ ചെയ്യുന്നുണ്ട്. എന്തായാലും നമുക്ക് വലിയൊരു ഉപകാരമാണ്. കാരണം ശരിക്കും പറഞ്ഞാൽ ഇതിപ്പോൾ ഇങ്ങനെ വലുതായും കൂടി ഒക്കെ 4 ദിവസം മുന്നേ ചെറുതായിരുന്നു. ഇപ്പോൾ ഏകദേശം ഒരു ബോളിൻ്റെ വലുപ്പമായി അതിങ്ങനെ വലുതായി വരുന്നു. ചിലപ്പോൾ 1-2 കൂടി കഴിഞ്ഞാൽ ഒന്നായിട്ട് വരുന്നത് ഇതിൽ കൂടി ആൾക്കാർക്ക് നടക്കാൻ പറ്റാത്ത അവസ്ഥ. ചുറ്റുപുറം 5-8 വീടുകളുണ്ട്. അവർക്കൊക്കെ ബുദ്ധിമുട്ടാണ്. എന്തായാലും സമയത്ത് ആ വീട്ടിലൊന്നും ലൈറ്റ് അത് നശിപ്പിക്കുന്ന ആ ഒരു സമയത്ത് ഫുൾ ഇരുട്ടാവണം. ഇവിടെ ലൈറ്റ് ഒന്നും പാടില്ല, ആൾക്കാരും പാടില്ല, അവർ മാത്രമേ പാടുള്ളൂ. പരിസരത്തുള്ള വീടുകളെ ലൈറ്റ്. അപ്പോൾ പരിസരത്തുള്ള വീടുകളൊക്കെ ഇൻഫോം ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണ് അവര് റെസ്ക്യൂ ചെയ്യുന്നത്. എന്തായാലും ഇവര് വന്നത് ഭയങ്കര ഉപകാരമാണ്. വെളിച്ചം ഉണ്ടായി കഴിഞ്ഞാൽ വെളിച്ചത്തേക്കാണ് കൂടുതൽ അത് ചെല്ലുക. അപ്പൊ ആരെങ്കിലും ഈ വെളിച്ചത്തില് വല്ല ബൈക്കുമലോ ഒക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് അത് അപകടം സംഭവിക്കും. അപ്പൊ അതുകൊണ്ടാണ് ഈ വെളിച്ചങ്ങള്. പിന്നെ വീട്ടിലാണെങ്കിൽ ആരെയും ജനവാതിലൊക്കെ തുറന്നിട്ട് കഴിഞ്ഞാലൊക്കെ ഇത് ഉള്ളിൽ കയറി കഴിഞ്ഞാലൊക്കെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഞങ്ങള് ലൈറ്റ് ഇടരുതെന്ന് പറഞ്ഞു. അവർ സ്ഥലം സന്ദർശിച്ച് അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് നോക്കി. ഇനി ഏകദേശം ഒരു 8-9 മണിയാകുമ്പോൾ അവർ എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ സമയത്താണ് അതിൻ്റെ റെസ്ക്യൂ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ആ സമയത്ത് നമ്മളെ അയൽവാസികളും പരിസര പ്രദേശത്തുള്ള ലൈറ്റൊക്കെ അണക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആദ്യം നമ്മളിതൊരു സാധാ കടന്നൽ കൂടെ അല്ലെന്ന് വെച്ചിട്ട് വലിയ മൈൻഡ് ചെയ്തില്ല. പിന്നെ ഇതിനെപ്പറ്റി കൂടുതൽ യൂട്യൂബിലും അതുപോലെ ChatGPT മുഖാന്തരം അതുപോലെ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തപ്പോൾ നമ്മൾ ഭയപ്പെടുത്തുന്ന ന്യൂസുകളാണ് നമുക്ക് കിട്ടിയത്. അതൊക്കെ കണ്ടപ്പോൾ നമ്മൾ പേടിച്ചു. കാരണം ഇതിലൂടെ ഒരുപാട് ആൾക്കാർ പാസ് ചെയ്യുന്നതാണ്. ചുറ്റുപുറം ഒരുപാട് കുട്ടികളാണ്. അപ്പോൾ ഇത് ഇവിടെ നിർത്തിയിട്ടുണ്ടെങ്കിൽ ദിവസം തോറും അതിൻ്റെ വലിപ്പം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് നമുക്ക് ബുദ്ധിമുട്ടാവുമെന്ന് കരുതി. അതുകൊണ്ടാണ് നമ്മൾ ബന്ധപ്പെട്ടവരെ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തത്. നമ്മളെ റെസ്ക്യൂ ടീം എത്തിയിട്ടുണ്ട്. വൈകുന്നേരം അവർ വന്ന് സ്ഥലമൊക്കെ വീക്ഷിച്ച് എന്താ എങ്ങനെയൊക്കെ സംഭവമൊക്കെ നോക്കിയിട്ട് നൈറ്റിൽ വരാമെന്ന് പറഞ്ഞത്. ഏകദേശം 9 മണിക്ക് അവരെത്തി. അതിങ്ങനെ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്.
ഒരു 10-10:30 ആകുമ്പോഴത്തേന് ഫുൾ പരിസരത്തുള്ള ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് വേണം അവരെ പരിപാടി തുടങ്ങാൻ പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പണിയിലാണ് അവർ. അപ്പോൾ നമുക്ക് നോക്കാം അവരെന്തൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നൈറ്റിലൊരു 9 മണിക്ക് മുന്നേ തന്നെ അവർ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഫഹദ് അവർക്ക് ഇങ്ങനെ കാണിച്ചു കൊടുക്കണം, അങ്ങനെ അവിടെയാണ് ഇങ്ങനെ എവിടെയെന്നൊക്കെ പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ താഴെ പുക ഇട്ടിട്ട് വേണം അതിനെ മയക്കാനെന്ന് അവർ പറയുന്നത്. അപ്പോൾ അതിന് മുന്നേ വേണ്ട പ്രിക്കോഷൻസ് ഒക്കെ അവരെടുക്കണം. അവർ 2-3 ലെയർ ഡ്രസ്സൊക്കെ ഇടണമെന്ന് പറയുന്നുണ്ട്. തല ഫുള്ള് കവർ ചെയ്യണം, കൈയും കാലൊക്കെ ഫുൾ കവർ ചെയ്യണം. ഒരു ഗ്യാപ്പ് പോലും ബോഡിയിലേക്ക് എത്താനുള്ള ചാൻസ് കൊടുക്കരുതെന്ന് പറഞ്ഞു. കാരണം കുത്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഡേഞ്ചറാണെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ടീമിൽ 5-6 പേരുണ്ട്. നമ്മളിങ്ങനെ നോക്കി നിൽക്കാൻ നമുക്ക് പറ്റുന്നുള്ളൂ. കാരണം അവർക്കാണ് ഇതിനെപ്പറ്റി കൂടുതൽ അറിയുള്ളൂ. അപ്പോൾ അവരതിൻ്റെ ഡ്രസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് ഗ്ലൗസും ഇതൊക്കെ സെറ്റാക്കി കൊടുക്കുന്നുണ്ട്. ഇത് അവർ തലയിൽ ഇടാനുള്ള ഒരു നെറ്റാണ് കേട്ടോ. അവർക്കിങ്ങനെ കാണാനുള്ള നെറ്റും ഇങ്ങനെ തലയിൽ കവർ ചെയ്യാനുള്ള ഒരു ഇതാണ്. അങ്ങനെ ആദ്യം അവർ വന്ന ഡ്രസ്സിൻ്റെ മേലെ ഒരു ജാക്കറ്റ്, ഒരു ഫുൾ നമ്മളെ PP കിറ്റൊക്കെ പോലത്തെ ഒരു സാധനം ഇട്ട് അതിൻ്റെ മേലെ ആ ഒരു നെറ്റ് തലയിൽ കഴുത്തി. ഇനി അതിൻ്റെ മേലേക്ക് വീണ്ടും ഒരു ലെയർ ഡ്രസ്സും കൂടി ഇടുമെന്നാണ് പറയുന്നത്. കാരണം കുത്ത് ഒരിക്കലും ഉള്ളിലേക്ക് കയറരുത് എന്നുള്ള രീതിയിൽ. നമ്മൾ ഫാദിൻ്റെ മക്കളും നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് അവിടെ ഇങ്ങനെ അതൊക്കെ നിന്ന് കാണട്ടെ. കാരണം ഇപ്പോഴേ നമുക്ക് അവിടെ ഇരിക്കാൻ പറ്റുള്ളൂ. അവർ അതിൻ്റെ റെസ്ക്യൂ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഉള്ളിലേക്ക് പോകേണ്ടി വരും, ലൈറ്റൊക്കെ അണക്കേണ്ടി വരും. അങ്ങനെ അവർ ഏകദേശം മാറ്റി റെഡി ആയതിൻ്റെ മേലെ ലാസ്റ്റ് ലെയർ ആയിട്ടുള്ള ആ ഒരു ജാക്കറ്റ് ഉണ്ട്, അതും കൂടി ഇടുകയാണ്. അത് ഇട്ടിട്ട് നേരെ ആ ഒരു പ്ലാവിൻ്റെ ചോട്ടിലേക്ക് അവർ നടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഫഹദ് ഇങ്ങനെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി കൂടെ പോകുന്നുണ്ട്. നമ്മളും പിന്നാലെ ക്യാമറയും പിടിച്ചിങ്ങനെ പോകുന്നുണ്ട്. നമുക്ക് അങ്ങോട്ട് അവർ പോകുന്നതും ആ തീ കൊടുക്കുന്നവരെ ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല. പിന്നെ നമ്മളും ജാക്കറ്റൊക്കെ എടുത്ത പോലെ അവിടെ നിൽക്കണം. പക്ഷേ മൊബൈലിൽ ലൈറ്റ് കണ്ടാൽ വന്നിട്ട് ആ ലൈറ്റിലേക്ക് വരും. അപ്പോൾ അത് ബുദ്ധിമുട്ടാണ്. ബൈ ചാൻസ് എങ്ങനെയെങ്കിലും നമ്മളെ കയ്യിൽ എവിടെയെങ്കിലും കുത്തി കിട്ടിയിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ട്. റിസ്ക് എടുക്കുന്നില്ല, പറ്റുന്ന വിഷ്വൽസ് മാത്രമേ നമ്മൾ ഷൂട്ട് ചെയ്യുന്നുള്ളൂ. ബാക്കി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് അവർ പറഞ്ഞ പോലെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. ഇപ്പോൾ ചുറ്റുവട്ടത്തുള്ള വീടുകളിലും ആ സ്ട്രീറ്റ് ലൈറ്റ് ഒക്കെ ഓണാണ്. ഏകദേശം ആ തീ ഇട്ട് കഴിഞ്ഞാൽ അവരെ വിളിച്ചു പറഞ്ഞിട്ട് എല്ലാം ഓഫ് ചെയ്യിക്കണം. അപ്പോൾ അവർ ആദ്യം ആ തീ ഇടാനുള്ള പരിപാടി സെറ്റ് ചെയ്യണം. അങ്ങനെ തീ അവിടെ ഇട്ടിട്ടുണ്ട്. തീ ഇട്ടിട്ട് അതിലേക്ക് ആ ഒരു പച്ചമരുന്നിൻ്റെ കൂട്ടുണ്ട്. അതിൽ അവരെന്തൊക്കെയോ മിക്സാണ്, ഷീമക്കൊന്ന അങ്ങനത്തെ കുറച്ച് ഇലകളും പിന്നെ എന്തൊക്കെയോ അവരെ പൊടിക്കൈകളൊക്കെ ഉണ്ട്. അതൊക്കെ കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് കുന്തിരിക്കൊക്കെ ഇടുന്നുണ്ട് പുക വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ആ ഒരു പുക അതിൻ്റെ മേലെ തട്ടിയിട്ട് ആ കടന്നലുകൾ കംപ്ലീറ്റ് മയങ്ങുന്ന പറയുന്നത്. അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മൾ കംപ്ലീറ്റ് വീടുകളിലും വിളിച്ച് പറഞ്ഞ് സ്ട്രീറ്റ് ലൈറ്റ് ഓഫ് ചെയ്ത് നമ്മൾ നേരെ വീടിൻ്റെ ഉള്ളിലേക്ക് കയറാൻ കേട്ടോ. അങ്ങനെ ഏകദേശം ഒരു 3/4 മണിക്കൂർ 1 മണിക്കൂറിൻ്റെ അടുത്തായി കഴിഞ്ഞപ്പോൾ സംഭവം കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് അവർ വന്നു ഡോറ് മുട്ടി. നമ്മൾ ഡോറ് തുറന്ന് നോക്കി. അങ്ങനെ അവർ ഡ്രസ്സൊക്കെ അവർ റിമൂവ് ചെയ്യണം. അവർ എക്സ്ട്രാ ലെയർ ഇട്ട് ഡ്രസ്സൊക്കെ റിമൂവ് ചെയ്യണം. നോക്കുമ്പോൾ ഒരു കവറിൽ കംപ്ലീറ്റ് ആ കടന്നലിനെയും കൂടെ അടക്കം ആ കവറിൽ കെട്ടിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ മയങ്ങിയിട്ടുള്ളതെന്ന് ഇപ്പോൾ പറയുന്നുണ്ട്. ഒരു കടന്നലിനെ പോലും ഇവർ കൊന്നിട്ടില്ല എന്ന് പറയുന്നത്. കംപ്ലീറ്റ് ആ കവറിലാക്കിയിട്ടുണ്ട്. ഇനി ഇത് ആളില്ലാത്ത ഏതെങ്കിലും മലമ്പ്രദേശങ്ങളിൽ കൊണ്ടുപോയിട്ട് ഇവർ ഒഴിവാക്കും. അപ്പോൾ അവർക്ക് ആ ഒരു മയക്കൊക്കെ മാറിയിട്ട് അവർ വീണ്ടും പറന്ന് മുകളിലേക്ക് പോകും. പിന്നെ അവർ വേറെ കൂട് കൂട്ടിയിട്ട് അവിടെ സെറ്റ് ആവുമെന്നാണ് പറയുന്നത്. സംഭവം കവറിൻ്റെ ഉള്ളിലാണെങ്കിലും ഒരിക്കലും പുറത്ത് വരില്ലെങ്കിലും നമുക്ക് തൊടാനൊക്കെ പേടിയും. പക്ഷേ ഷൗക്കത്ത് അതൊക്കെ എടുത്തിട്ട് ഒന്നിങ്ങനെ പൊക്കി നോക്കണമൊക്കെ ഉണ്ട്. എന്തായാലും ടീംസൊക്കെ അവിടെ ഉണ്ട്, എല്ലാവരും ഉണ്ട്. കാരണം അടുത്ത് വരാനായാലും ഇപ്പോഴും പേടിയാട്ടെ. കാരണം ഫഹദിൻ്റെ പിന്നാലൊക്കെ ഒരുപാട് പറന്ന് ഫഹദിനെ ഓടിപ്പിച്ചതാണ്. അപ്പോൾ ഫഹദിനൊക്കെ അത് തൊടാനൊക്കെ നല്ല പേടി. എന്തായാലും അവർ കംപ്ലീറ്റ് കവറാക്കിയിട്ട് അവർ തിരിച്ചു പോവാണ്. എന്തായാലും ഫുള്ള് അവിടെ നിന്ന് ഒഴിവായിട്ടുണ്ട്. എന്തായാലും നമുക്ക് സമാധാനം. നമ്മൾ വിളിച്ച സ്പോട്ടിൽ സൈറ്റ് വിസിറ്റ് ചെയ്യും, അതിന് വേണ്ട പ്രിക്കോഷൻസ് എടുത്ത് അതിനെ ഫുള്ളായിട്ട് ഇവിടുന്ന് തുരത്തുകയും ചെയ്തു. നമ്മുടെ മലപ്പുറം ജില്ലാ ട്രോമാ കെയർ ടീമിനെ പ്രത്യേക നന്ദി അറിയിക്കുകയാണ്. അതിൽ യൂനിസ് കുന്നുംപുറം, ഷറഫുദ്ദീൻ തിരുനാവ ഈ 2 വ്യക്തികളാണ് നമുക്ക് സപ്പോർട്ടിനായിട്ട് ഇവിടെ വന്നത്. എന്തായാലും പെട്ടെന്ന് തന്നെ അവർ പരിപാടിയൊക്കെ കഴിഞ്ഞ് അതെടുത്ത് പോയിട്ടുണ്ട്. എന്തായാലും വൺസ് അഗൈൻ താങ്ക് യു. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ കടന്നൽ കൂടി തേനീച്ചക്കൂടി കാണുമ്പോൾ നമുക്ക് പേടിയുണ്ടാവും ആരെയാണ് നമ്മൾ കോൺടാക്ട് ചെയ്യുക, എന്താണ് എവിടെയെന്നുള്ളത്. അപ്പോൾ പ്രത്യേകിച്ച് നമ്മളെ മലപ്പുറം ജില്ലാ ട്രോമാ കെയറിനെ ബന്ധപ്പെട്ടാൽ അവർ ക്വിക്കായിട്ടുള്ള ആക്ഷൻ എടുത്ത് അവർ നമുക്ക് അതിനുള്ള സപ്പോർട്ടൊക്കെ ചെയ്തു തരും. എന്തായാലും ഇന്നത്തെ വിശേഷത്തിലുള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്തേക്ക്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇതുപോലത്തെ വീഡിയോസ് കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് കൂടെ കൂടിയേക്കും. അപ്പോൾ വീണ്ടും അടുത്തൊരു അടിപൊളി വീഡിയോ കാണുന്നവരേക്കും ബൈ.